നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ദ ഡെസിമൽ ഇക്വലൻ്റ് ഓഫ് 11011.01 ഇൻ ബൈനറീസ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഒരു ബൈനറി നമ്പർ ഇവിടെ തന്നിട്ടുണ്ട്. എങ്ങനെ ബൈനറി നമ്പറാണെന്ന് മനസ്സിലാവുന്നത്, ഇവിടെ അടിയിൽ ആ നമ്പറിൻ്റെ ബേസ് അല്ലെങ്കിൽ റാഡിക്സ് എഴുതിയിട്ടുണ്ട്. റാഡിക്സ് 2 ആണ്. ബൈനറി നമ്പറിൻ്റെ റാഡിക്സ് 2 ആയിട്ടാണ് വരിക, ബേസ് 2 ആയിട്ടാണ് വരിക. ഓക്കെ, അപ്പോൾ ബൈനറി നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി എന്താ, രണ്ട് ടൈപ്പ് ഓഫ് സിമ്പിൾസ് മാത്രം ഉപയോഗിക്കുന്ന നമ്പേഴ്സാണ് ബൈനറി നമ്പേഴ്സ്. അതായത് ഒന്നുകിൽ 0 അല്ലെങ്കിൽ 1. ഇത് രണ്ടും മാത്രമേ ഏതിൽ യൂസ് ചെയ്യുള്ളൂ, ബൈനറി നമ്പറിൽ യൂസ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ആകെ തന്നിരിക്കുന്ന എന്താ, 1സോ 0സിൻ്റെ കോമ്പിനേഷൻ മാത്രമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ തന്നിരിക്കുന്ന ബൈനറി നമ്പറിനെ എങ്ങോട്ട് മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത്, ഡെസിമൽ നമ്പറിലേക്ക് മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡെസിമൽ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ബേസ് 10 ആയിട്ടുള്ള, റാഡിക്സ് 10 ആയിട്ടുള്ള നമ്പറാണ് ഡെസിമൽ നമ്പർ. നമ്മുടെ സാധാരണ 0, 1, 2, 3 അങ്ങനെ 0 മുതൽ 9 വരെയുള്ള നമ്പേഴ്സ് ഉൾപ്പെടുന്ന നമ്പർ സിസ്റ്റമാണ് ഡെസിമൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ബൈനറി നമ്പറിനെ ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ജനറൽ റൂള് ഞാൻ പറയാം. അതായത് ഏതൊരു നമ്പർ സിസ്റ്റം തന്നാലും, എനി നമ്പർ സിസ്റ്റം, ഓക്കെ, എനി നമ്പർ സിസ്റ്റം വിത്ത് ബേസ് 6, ചിലപ്പോൾ അത് ബൈനറി നമ്പർ സിസ്റ്റം ആയിരിക്കും, ചിലപ്പോൾ അത് ഒക്ടൽ നമ്പർ സിസ്റ്റം ആയിരിക്കും, ചിലപ്പോൾ അത് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം ആയിരിക്കും. ഏത് നമ്പർ സിസ്റ്റം തന്നു കഴിഞ്ഞാലും അതിനെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ, ഓക്കെ, ഇതൊരു ജനറൽ റൂളാണ്. ഏതൊരു നമ്പർ സിസ്റ്റം തന്നു കഴിഞ്ഞാലും അതിനെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ തന്നിരിക്കുന്ന നമ്പേഴ്സ്, ഏത് നമ്പർ സിസ്റ്റത്തിലാണോ തന്നിരിക്കുന്നത് ആ തന്നിരിക്കുന്ന നമ്പേഴ്സിനെ ഈ ബേസിൻ്റെ പവേഴ്സ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതാണ് ചെയ്യേണ്ടത്. ഇവിടുത്തെ പ്രോബ്ലത്തിൽ അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ക്ലിയർ ആവും. ഇവിടുത്തെ പ്രോബ്ലത്തിൽ തന്നിരിക്കുന്നത് എന്താ, 11011.01 ഇങ്ങനെ ഒരു നമ്പറാണ് തന്നിരിക്കുന്നത്. ഇത് ബൈനറി നമ്പർ സിസ്റ്റത്തിലാണ് തന്നിരിക്കുന്നത്. സോ ഹിയർ ദ ബേസ് ഓർ റാഡിക്സ് ഈസ് ഈക്വൽ ടു 2. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്, ഏതൊരു നമ്പർ സിസ്റ്റത്തിനെയും ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, റാഡിക്സിൻ്റെ പവേഴ്സ്, ബേസിൻ്റെ പവേഴ്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ ബേസ് എത്രയാണ്, 2. അപ്പോൾ നമ്മൾ ഇവിടെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഇതിനെ മൊത്തം 2ൻ്റെ പവേഴ്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 2ൻ്റെ പവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെയാണ് 2ൻ്റെ പവേഴ്സ്, 2^0, 2^1, 2^2 അങ്ങനെ 2ൻ്റെ പവേഴ്സ് നമുക്ക് എഴുതാം. അപ്പോൾ ഏതിനെ ഏത് വെച്ചാൽ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് നോക്കാം. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ നമ്പറിനെ പോയിൻ്റ് ഉള്ള നമ്പറാണോ നോക്കുക. അപ്പോൾ പോയിൻ്റ് ഉള്ള നമ്പറാണ് അല്ലേ, പോയിൻ്റ് ഉള്ള നമ്പറാണ്. പോയിൻ്റ് ഉള്ള നമ്പർ ആണെങ്കിൽ പോയിൻ്റ് ഉള്ള പ്ലേസ് നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക. ഇവിടെയാണ് പോയിൻ്റ് ഉള്ളത്. ഓക്കെ, പോയിൻറ്റിൻ്റെ ലെഫ്റ്റിൽ കിടക്കുന്ന ഫസ്റ്റ് നമ്പർ ഉണ്ടല്ലോ, അതിന് 2^0 പവർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അടുത്ത നമ്പറിനെ 2^1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അടുത്ത നമ്പറിനെ 2^2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അടുത്തതിനെ 2^3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അടുത്ത നമ്പറിനെ 2^4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. നമ്പേഴ്സ് കഴിഞ്ഞിട്ടില്ലല്ലോ. ഈ പോയിൻറ്റിൻ്റെ റൈറ്റ് സൈഡിലേക്ക് നമ്പേഴ്സ് ഉണ്ട്. റൈറ്റ് സൈഡിലേക്കുള്ള നമ്പറിനെ എന്ത് വെച്ചായിരിക്കും മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്, 2^-1, 2^-2 അങ്ങനെ. ഇവിടെ പോയിൻ്റ് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടി വന്നത്. നേരെ മറിച്ച് പോയിൻ്റ് ഇല്ല എങ്കിൽ, ഇപ്പോൾ ഒരു നമ്പർ 11011 എന്ന് ഡയറക്റ്റായിട്ട് തരികയാണെങ്കിൽ ഈ ഏറ്റവും റൈറ്റ് മോസ്റ്റ് ഉള്ള LSBനെ നമ്മൾ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും, 2^0, 2^1 അങ്ങനെ ഇവിടെ 2^3, 2^2, 2^3, 2^4 ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് വരണം. അപ്പോൾ ഇതാണ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രൊസീജിയർ. മനസ്സിലായല്ലോ. അപ്പോൾ ഏതൊരു നമ്പർ സിസ്റ്റം തന്നു കഴിഞ്ഞാലും ആ നമ്പർ സിസ്റ്റത്തിനെ ഡെസിമലിലോട്ടേക്കാണ് കൺവേർട്ട് ചെയ്യുന്നതെങ്കിൽ കേട്ടോ, ഡെസിമലിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ഈ സൗകര്യമുള്ളൂ. ഡെസിമലിലോട്ടേക്കാണ് കൺവേർട്ട് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യണം, ആ നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് എത്രയാണോ, റാഡിക്സ് എത്രയാണോ അതിൻ്റെ പവേഴ്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ പ്രോബ്ലത്തിൽ നമുക്ക് ആ പരിപാടി തുടങ്ങാം. അതായത് നമ്മുടെ നമ്പർ എത്രയാണ്, 11011.01. അപ്പോൾ ഞാൻ എങ്ങനെയാണ് പവേഴ്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്, ഇതിൻ്റെ പവർ 2^0, ഏറ്റവും പോയിൻറ്റിൻ്റെ ഏറ്റവും ലെഫ്റ്റിൽ നിൽക്കുന്ന നമ്പർ. ഓക്കെ, പോയിൻറ്റിൻ്റെ ഏറ്റവും ലെഫ്റ്റിൽ നിൽക്കുന്ന നമ്പർ 2^0 വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. ഇതിൻ്റെ പവർ 2^1. അടുത്തത് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്, ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് 2^2 വെച്ചിട്ടാണ്. പക്ഷേ ഇത് 0 അല്ലേ, 0നെ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താലും 0 കിട്ടും. അതുകൊണ്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്തായാലും 2^2 എന്ന് പറയുന്ന പവേഴ്സ് അവിടെ ഉണ്ട്. അടുത്തതിന് 2^3, അടുത്തത് 2^4 ആൻഡ് പോയിൻറ്റിൻ്റെ ഇപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇതിനെ 2^-1, ഇതിനെ 2^-2 കഴിഞ്ഞു. ഇനി ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് പറഞ്ഞാൽ 2^14 എത്രയാ, 2^4 എത്രയാ, 16 പ്ലസ് 2^3 എത്രയാ, 8
പ്ലസ് 2^1 എത്രയാ 2. കാരണം 2^2ൻ്റെ ടേം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താ 2^2 മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് 0-നെയാണ്. 0-നെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 0 കിട്ടും. ഓക്കെ, നെക്സ്റ്റ് 2^1 2 പ്ലസ് 2^0 1. ഇതാണ് പോയിന്റിൻ്റെ ഇപ്പുറത്ത് വരുന്ന നമ്പർ. അതായത് 16 + 8 24 26 27. അപ്പോൾ 27 എന്ന് പറഞ്ഞ് 27 പോയിന്റ് എന്നും പറഞ്ഞിട്ടായിരിക്കും നമ്മുടെ നമ്പർ സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പം തന്നെ നിങ്ങൾക്ക് ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബി എന്ന് പറയുന്ന ഓപ്ഷനും ഡി എന്ന് പറയുന്ന ഓപ്ഷനും ഒറ്റയടിക്ക് കട്ട് ചെയ്ത് കളയാം. പിന്നെയുള്ളത് എയും സിയും ആണ്. ഓക്കെ, ഇനി പോയിന്റിന് ഇപ്പുറമുള്ള ആളെ അതുപോലെ കൺസിഡർ ചെയ്യണ്ടേ. അപ്പോൾ പോയിന്റിൻ്റെ റൈറ്റ് സൈഡിലേക്ക് വരാം. 2^-1 ആരെയാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? 0-നെ മൾട്ടിപ്ലൈ ചെയ്താൽ 0 ആയി പോയില്ലേ. അപ്പോൾ ഇതിനെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, ഇല്ല. പിന്നെ ആരാളുള്ളത്? 1-നെ 2^-2 വെച്ച് മൾട്ടിപ്ലൈ ആണ്. സോ 1 × 2^-2. 1 × 2^-2 എന്ന് പറഞ്ഞാൽ എത്രയാ? ആക്ച്വലി 2^-2 എന്ന് പറഞ്ഞാൽ 1/2^2 ആണ്. അപ്പോൾ 1/4. 1/4 എന്ന് പറയുന്നത് എത്രയാ? 1/4 എന്ന് പറഞ്ഞാൽ 0.25. സോ പോയിന്റിന് ശേഷമുള്ള നമ്പറാണ് എന്ത്? 25. സോ ദ ഫൈനൽ ആൻസർ ഈസ് 27.25. We have successfully converted the binary number to decimal number. അപ്പോൾ ഈ തന്നിരിക്കുന്ന നമ്പറിനെ ഡെസിമലിലോട്ട് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് കിട്ടുക? 27.25. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. അപ്പോൾ ആ ഒരു ജനറൽ റൂൾ നിങ്ങൾ ഓർത്തിരിക്കുക. ഏതൊരു നമ്പർ സിസ്റ്റത്തിലുള്ള നമ്പറിനെയും ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള സൗകര്യം എന്താണ്? അതിൻ്റെ റാഡിക്സ് അല്ലെങ്കിൽ ബേസ് എത്രയാണോ ആ ബേസിൻ്റെ പവേഴ്സ് വെച്ച് ഡിജിറ്റ്സിനെ മൾട്ടിപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഡിവൈസ് വിച്ച് കൺവേർട്സ് BCD to 7 segment ഈസ് കോൾഡ്. അപ്പോൾ ഇവിടെ ഒരു ഡിവൈസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ആ ഡിവൈസ് ഒരു കൺവേർട്ടറാണ്. ഓക്കെ, എന്തിനാണ് കൺവേർട്ട് ചെയ്യുന്നത്? നമ്മൾ അതിൻ്റെ ഇൻപുട്ടിൽ ഒരു BCD നമ്പർ കൊടുത്താൽ, അതിൻ്റെ ഇൻപുട്ടിൽ നമ്മളൊരു BCD നമ്പർ കൊടുത്താൽ ഔട്ട്പുട്ടിൽ എന്ത് കിട്ടണം? ഔട്ട്പുട്ടിൽ 7 സെഗ്മെൻ്റുള്ള ഡിസ്പ്ലേ ഉദ്ദേശിക്കുന്നതാണ്. 7 സെഗ്മെൻറ്റ് ഡിസ്പ്ലേനെ ലൈറ്റൻ ചെയ്യുന്ന ഒരു കൺവേർട്ടർ. അതായത് നമ്മൾ ഇൻപുട്ടിൽ ഒരു BCD നമ്പർ കൊടുക്കുന്നു. വാട്ട് ഈസ് BCD? BCD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈനറി കോഡഡ് ഡെസിമൽ. ബൈനറി കോഡഡ് ഡെസിമൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെസിമൽ നമ്പറിനെ ബൈനറി ആയിട്ട് കോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കോഡാണ് BCD എന്ന് പറയുന്നത്. അപ്പോൾ 0 എന്ന് പറയുന്ന ഒരു ഡെസിമൽ നമ്പർ ഉണ്ടെങ്കിൽ അതിന് BCDയിൽ 0000 എന്നാണ് കോഡ് ചെയ്യുക. 1 എന്ന് പറയുന്ന ഡെസിമൽ നമ്പറിനെ BCDയിൽ 0001 ആണ്, അങ്ങനെയാണ് കോഡ് ചെയ്യുക. അപ്പോൾ ഏറ്റവും വലിയ ഡെസിമൽ നമ്പർ, സിംഗിൾ ഡിജിറ്റ് ഡെസിമൽ നമ്പർ എത്രയാണ്? 9. 9നെ എങ്ങനെയാണ് ബൈനറിയിൽ കോഡ് ചെയ്യുക? 1001. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞിട്ട് അടുത്ത നമ്പർ വരികയാണെങ്കിൽ 10 വരികയാണെങ്കിൽ കോഡിങ് വേറെയാണ്. ഓക്കെ, 10 വരികയാണെങ്കിൽ എങ്ങനെയാണ് കോഡ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ 1ൻ്റെ കോഡും എഴുതണം, 0ൻ്റെ കോഡും എഴുതണം. 1ൻ്റെ കോഡ് എത്രയാണ്? 0001. 0ൻ്റെ കോഡ് എത്രയാണ്? 0000. ഇതാണ് BCD ഇക്വലൻ്റ് ഓഫ് ഡെസിമൽ 10. ഇതാണ് ബൈനറി കോഡഡ് ഡെസിമൽ എന്ന് പറയുന്നത്. അപ്പോൾ ആക്ച്വലി ഇതൊരു കോഡഡ് സംഭവമാണ് അല്ലേ, ഇതൊരു കോഡാണ്. ഇതിനെ ഒറ്റയടിക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് BCD ഒരു കോഡഡ് ആണ്. ഈ കോഡ് എന്താണെന്ന് അറിയാത്തവർക്ക് അത് മനസ്സിലാവില്ല. ഇപ്പം നിങ്ങൾ 9ന് പകരം ഇങ്ങനെ ഒരു നമ്പർ കൊടുക്കുന്നു. ഈ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അത് 9 ആണ് എന്ന് ഈ കോഡിങ് അറിയുന്ന ആൾക്കാർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പോൾ ആക്ച്വലി നമ്മൾ ഇൻപുട്ടിൽ കൊടുക്കുന്നത് എന്താണ്? ഇൻപുട്ടിൽ കൊടുക്കുന്ന ഒരു കോഡഡ് ഫോമാറ്റിലുള്ള സംഭവമാണ് ഇൻപുട്ടിൽ കൊടുക്കുന്നത്. ഇനി നിങ്ങൾ ഔട്ട്പുട്ടിൽ എന്താ നോക്കൂ, 7 സെഗ്മെൻറ്റ് ഡിസ്പ്ലേ ആണ് ഔട്ട്പുട്ടിൽ. 7 സെഗ്മെൻറ്റ് ഡിസ്പ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ നിങ്ങൾ ഡിജിറ്റൽ ഡിസ്പ്ലേസിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഒരുപാട് LEDs കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഡിസ്പ്ലേ. ഓക്കെ, ഇങ്ങനെ 7 LEDs കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഏത് BCD ആണോ കൊടുക്കുന്നത്, സപ്പോസ് നിങ്ങൾ 9 എന്ന് പറയുന്ന BCD നമ്പർ, അതായത് 1001 ആണ് ഇൻപുട്ടിൽ കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ 7 സെഗ്മെൻറ്റ് ഡിസ്പ്ലേയിൽ 9 എന്ന് പറയുന്നത് ലൈറ്റ് ചെയ്ത് വരും. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും എന്താ 9 ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 9ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഡാണ് ഇൻപുട്ടിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആക്ച്വലി ഒരു കോഡഡ് ഫോമാറ്റിനെ ഒരു സാധാരണ ഫോമാറ്റിലേക്ക്, കോഡില്ലാത്ത ഫോമാറ്റിലേക്ക് മാറ്റുന്ന ഒരു കൺവേർട്ടറാണ് ഇത്. അങ്ങനെയുള്ള സർക്യൂട്ടിനെയാണ് നമ്മൾ എന്ത് പറയുക? ഡീകോഡർ എന്ന് പറയാം. എൻകോഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമുക്ക് മനസ്സിലാവുന്ന ഒരു നമ്പറിനെ കോഡഡ് ഫോമാറ്റിലേക്ക് മാറ്റുന്നു, അതാണ് എൻകോഡർ. ഡീകോഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി കോഡഡ് ആയിട്ടുള്ള ഒരു ഫോമാറ്റിനെ കോഡഡ് അല്ലാത്ത പരുവത്തിലേക്ക് മാറ്റുന്ന സർക്യൂട്ടാണ് ഡീകോഡർ എന്ന് പറയുന്നത്. ഓക്കെ, സോ BCD to 7 segment ഈസ് എ ഡീകോഡർ. അടുത്തത് ഒരു സിംപ്ലിഫിക്കേഷൻ ആണ്. ഇതിൻ്റെ അകത്ത്
ദ സോപ്പ് ഫോം ഓഫ് ഒരു എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്, അതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? സോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം ഓഫ് പ്രോഡക്റ്റ് അതിൻ്റെ ഷോർട്ട് ഫോമാണ് സോപ്പ്. ഇനി വേറൊരു റെപ്രസെൻറ്റേഷനും കൂടിയുണ്ട്, പോസ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഓഫ് സം. ഈ രണ്ട് ഫോമാറ്റുകളാണ് ബുളിയൻ എക്സ്പ്രഷൻസിൻ്റെ സ്റ്റാൻഡേർഡ് ഫോമാറ്റ്സ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഫോമാറ്റ് തമ്മിലുള്ള വ്യത്യാസം ഞാനൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ വരച്ച് കാണിച്ചു തരാം. ഇപ്പം നമ്മുടെ കയ്യിൽ ABC പ്ലസ് AB ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ ഉണ്ട് എന്ന് വിചാരിക്കാം. ഇത് നോക്ക്, ഇത് രണ്ട് ആൾക്കാരുടെ സമ്മാണ്. ആരുടെ സമ്മാണ്? ഇത് 3 വേരിയബിളുടെ പ്രോഡക്റ്റ്, ഇത് 2 വേരിയബിളുടെ പ്രോഡക്റ്റ്. അപ്പോൾ എന്ത് പറയാം? ഇറ്റ് ഈസ് സം ഓഫ് പ്രോഡക്റ്റ്. ഓക്കെ, സം ഓഫ് ദീസ് പ്രോഡക്ട്സ് അങ്ങനെ പറയാം. ഇനി പ്രൊഡക്റ്റ് ഓഫ് സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള എക്സാമ്പിളാണ് A+B × C+D. ഇത് നോക്ക്, ഇത് 2 ആൾക്കാരുടെ പ്രൊഡക്റ്റാണ് അല്ലേ? ആരുടെയൊക്കെ? ഈ 2 സമ്മിൻ്റെയും ഈ 2 സമ്മിൻ്റെയും. സോ ഇറ്റ് ഈസ് കോൾഡ് ആസ് പ്രൊഡക്റ്റ് ഓഫ് സം. ഓക്കെ, പ്രൊഡക്റ്റ് ഓഫ് സം. ആദ്യം സം ചെയ്ത് 2 ആൾക്കാർ അതിനെ പ്രൊഡക്റ്റ് ചെയ്യുക, പ്രൊഡക്റ്റ് ഓഫ് സം. ഇതാണ് SOPയും P(s) തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഏത് ഫോമാറ്റിലാണ് തന്നിരിക്കുന്നതെന്ന് പറയാൻ പറ്റുമോ? ഈ ക്വസ്റ്റ്യൻ ഏത് ഫോമാറ്റിലാണ് തന്നിരിക്കുന്നത്? ഇത് ആക്ച്വലി പ്രൊഡക്റ്റ് ഓഫ് സം ആണ് അല്ലേ? പ്രൊഡക്റ്റ് ഓഫ് സം ഫോമിലാണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊഡക്റ്റ് ചെയ്യാനല്ലേ പറഞ്ഞിരിക്കുന്നത്. A+C പ്രൊഡക്റ്റ് ചെയ്യുക ഏതുമായിട്ട്? AB കോംപ്ലിമെൻറ്റ് AC. അത് പിന്നെയും പ്രൊഡക്റ്റ് ചെയ്യുക ഏതുമായിട്ട്? A കോംപ്ലിമെൻറ്റ് C കോംപ്ലിമെൻറ്റ് B. അപ്പോൾ ആക്ച്വലി ഇത് പ്രൊഡക്റ്റ് ആണ് ആരുടെ? സമ്മിൻ്റെ. ദാറ്റ് ഈസ് പ്രൊഡക്റ്റ് ഓഫ് സം. ഓക്കെ, ഇനി ഇതിന് സോപ്പിനെ പോസാക്കി മാറ്റാനുള്ള സ്റ്റാൻഡേർഡ് പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ അതിന് വേറെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമ്മൾ എക്സാമിന് സാധാരണ ഒരു യൂണിവേഴ്സിറ്റി എക്സാംസിലൊക്കെ ചെയ്യുന്ന സമയത്ത് അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യും. പക്ഷെ ഇവിടെ അതൊന്നും ചെയ്യേണ്ട. ഇവിടെ എന്ത് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ആ എക്സ്പ്രഷൻസിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം. ഓക്കെ, ഇതിനെ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അതാണ് ഇവിടെ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഈ ഫസ്റ്റ് ഈ 2 സെറ്റിനെ ചെയ്യാൻ പോവുകയാണേ. സോ വി വിൽ ഗെറ്റ് A × AB കോംപ്ലിമെൻറ്റ്. ആദ്യം A വെച്ചിട്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യും, പിന്നെ A വെച്ചിട്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യും. സോ സെക്കൻഡ് ടേം AC പ്ലസ് പിന്നെ എന്താ? ഈ C വെച്ചിട്ട് അടുത്ത മൾട്ടിപ്ലിക്കേഷൻ AB കോംപ്ലിമെൻറ്റ് C പ്ലസ് ഈ C വെച്ചിട്ട് അടുത്ത ടേമിന് ACC. ഓക്കെ, ഇതാണ് ഞാൻ ഈ ഒരു സെക്ഷൻ മാത്രം ആദ്യം ചെയ്യാം കേട്ടോ. ഈ ഒരു സെക്ഷൻ മാത്രം ആദ്യം ചെയ്യാം. ഇതവിടെ ഉണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ, ഇതവിടെ നിൽക്കട്ടെ. സോ ഇത് ചെയ്യുന്ന സമയത്ത് A × A എന്ന് പറയുന്നത് എന്താ? A തന്നെ. സോ ഫസ്റ്റ് ടേം എന്തായിട്ട് മാറും? AB കോംപ്ലിമെൻറ്റ് പ്ലസ് സെക്കൻഡ് ടേം നോക്കിയാൽ A × A എന്ന് പറയുന്നത് വീണ്ടും A തന്നെ, AC ആയിട്ട് മാറും പ്ലസ് തേർഡ് ടേമിന് സിംപ്ലിഫൈ ചെയ്യാനൊന്നുമില്ല, AB കോംപ്ലിമെൻറ്റ് C പ്ലസ് ലാസ്റ്റ് ടേം എന്ത് വരും? AC × C. ഇവിടെ AB കോംപ്ലിമെൻറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ട്, AB കോംപ്ലിമെൻറ്റ് C ഇവിടെ കാണുന്നുണ്ട്, ഇവിടെ AC കാണുന്നുണ്ട്, ഇവിടെ AC കാണുന്നുണ്ട്. അപ്പോൾ 2 വേരിയബിൾസ് സെയിം വേരിയബിൾസിനെ കൂട്ടിക്കഴിഞ്ഞാലും സെയിം വേരിയബിൾസിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാലും അതായത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് അതേ വേരിയബിൾ തന്നെയാണ് കിട്ടുക. ഇതാണ് ബുളിയൻ ലോ. അപ്പോൾ ഇവിടുത്തെ ഒരു AC ഉണ്ട്, ഒരു AC ഉണ്ട്, രണ്ടും കൂട്ടിയാൽ AC തന്നെ കിട്ടും. ഇവിടുത്തെ കേസിൽ ഈ ടേമും ഒന്ന് നോക്കാം. AB കോംപ്ലിമെൻറ്റ് 2 സ്ഥലത്തും കോമൺ ആണ്. അപ്പോൾ അതിനെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ AB കോംപ്ലിമെൻറ്റ് ഫസ്റ്റിൽ AB കോംപ്ലിമെൻറ്റ് പുറത്തെടുത്ത് കഴിഞ്ഞാൽ 1 മാത്രമേ ഉണ്ടാവുള്ളൂ. രണ്ടാമത്തെ AB കോംപ്ലിമെൻറ്റ് പുറത്തെടുത്ത് കഴിഞ്ഞാൽ C ഉണ്ടാവും. ഓക്കെ, പ്ലസ് ഇവിടെ ഒരു AC ഉണ്ട്, ഇവിടെ ഒരു AC ഉണ്ട്, 2 ACയും കൂടെ ആഡ് ചെയ്താൽ AC മാത്രമേ ഉണ്ടാവുള്ളൂ. സോ 1 + എനി വേരിയബിൾ ഈസ് 1. അത് വേറൊരു ലോ ആണ്. ഓക്കെ, 1 + ഏത് വേരിയബിൾ കൊടുത്താലും ദ ആൻസർ ഈസ് 1. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ റിസൾട്ട് എന്ത് വരും? AB കോംപ്ലിമെൻറ്റ് പ്ലസ് AC. ഇതാണ് ഫസ്റ്റ് സംഭവം സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക. ഇതിൻ്റെ കൂട്ടത്തിൽ പിന്നെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് എന്താ? ഈ ഒരു സെക്ഷൻ നമ്മൾ മാറ്റി വെച്ചിട്ടില്ലേ, ഈ ഒരു സെക്ഷൻ. ഓക്കെ, അതും കൂടി എഴുതാം. ദാറ്റ് ഈസ് A കോംപ്ലിമെൻറ്റ് C കോംപ്ലിമെൻറ്റ് പ്ലസ് B കോംപ്ലിമെൻറ്റ്. ഓക്കെ, ഇനിയാണ് നോക്കേണ്ടത്. ഇനി നോക്കൂ, ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്യുകയാണെന്ന് വെച്ചോ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് മൾട്ടിപ്ലൈ ആണെന്ന് വെച്ചോ. എന്താ സംഭവിക്കുക? ആദ്യം ഈ ടേമും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇതൊന്ന് നോക്കൂ, ഇവിടെ A ഉണ്ട്, ഇവിടെ A കോംപ്ലിമെൻ്റ് ഉണ്ട്. ഒരു ബുളിയൻ വേരിയബിളും അതിൻ്റെ കോംപ്ലിമെൻറ്റും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ എപ്പോഴും 0 ആണ് കിട്ടുക. അപ്പോൾ ഈ ഫസ്റ്റ് ടേമും ഈ ടേമും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തായാലും എന്തായി പോവും? 0 ആയി പോവും. അപ്പോൾ അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ഇതേപോലെ തന്നെ
എ ബി കോംപ്ലിമെൻറ്റും ബി കോംപ്ലിമെൻറ്റും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എ ബി കോംപ്ലിമെൻറ്റും ബി കോംപ്ലിമെൻറ്റും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ റിസൾട്ട് എന്ത് വരും? എ ബി കോംപ്ലിമെൻറ്റ് തന്നെ വരും അല്ലേ? എ ബി കോംപ്ലിമെൻറ്റ് ഇൻറ്റു ബി കോംപ്ലിമെൻറ്റ്, അതെന്താ? എ ബി കോംപ്ലിമെൻറ്റ്. ഓക്കെ, അത് കിട്ടി. ഇനി മൾട്ടിപ്ലൈ ചെയ്യേണ്ട ഏതൊക്കെയാണ്? എ സിയും ബി കോംപ്ലിമെൻറ്റും അല്ലേ? അപ്പോൾ എന്ത് വരും? എ ബി കോംപ്ലിമെൻറ്റ് സി. ഓക്കെ, സോ ദിസ് ഈസ് ദ ഫൈനൽ ആൻസർ. എ ബി കോംപ്ലിമെൻറ്റ് പ്ലസ് എ ബി കോംപ്ലിമെൻറ്റ് സി. ഓക്കെ, ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ഇല്ലേ? എ ബി കോംപ്ലിമെൻറ്റ് പ്ലസ് എ ബി കോംപ്ലിമെൻറ്റ് സി. ഈ തന്നിരിക്കുന്നത് എന്ത് എക്സ്പ്രഷനാണ്? കിട്ടിയിരിക്കുന്നത് നമുക്ക് സോപ്പ് എക്സ്പ്രഷനാണ്. ഈ തന്നിരിക്കുന്ന ഓപ്ഷൻ്റെ അകത്ത് ഇത് സോപ്പാണ്, സം ഓഫ് പ്രൊഡക്റ്റ് ആണ്, ഇത് സം ഓഫ് പ്രൊഡക്റ്റ് ആണ്, ഈ മൂന്നാമത്തെ എക്സ്പ്രഷൻ സം ഓഫ് പ്രൊഡക്റ്റ് ആണ്. പക്ഷേ ഈ നാലാമത്തെ എക്സ്പ്രഷൻ ദിസ് ഈസ് പ്രൊഡക്റ്റ് ഓഫ് സം. ഇപ്പം നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലായില്ലേ ഈ രണ്ട് എക്സ്പ്രഷൻസ് തമ്മിൽ? അപ്പോൾ ശരിക്കും ഇത് ചെയ്യാൻ ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് എക്സ്പാൻഡ് ചെയ്യലാണ്. എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെയുള്ള സിംപ്ലിഫിക്കേഷൻസ് നമുക്ക് കിട്ടും. ഇതുപോലെ സിംപ്ലിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻസ് കിട്ടും. അല്ലെങ്കിൽ പിന്നെ ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വേരിയബിൾസിന് ഡിഫറൻറ്റ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന വേരിയബിൾ എ ബി സിക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള 3 വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്നിട്ട് ഓപ്ഷനിൽ ഏത് ഓപ്ഷനാണ് ഈ റിസൾട്ട്, ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ഈ 3 വാല്യൂസ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ആൻസർ കിട്ടുമല്ലോ, ആ റിസൾട്ട് ഓപ്ഷനിൽ ഏതാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് നോക്കാം. പക്ഷേ അത് കുറച്ച് ടൈം എടുക്കും. നിങ്ങൾ എടുക്കുന്ന കോമ്പിനേഷൻ ഓപ്ഷൻസിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാർ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ സമയം കുറേ പോകും. ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യുന്നത് തന്നെ. സിംപ്ലിഫൈ ചെയ്യാനുള്ളത് സിംപ്ലിഫൈ ചെയ്യുക, എന്നിട്ട് എക്സ്പാൻഡ് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സിംപ്ലിഫിക്കേഷൻ ഓഫ് ദ ബുളിയൻ എക്സ്പ്രഷൻ എ കോംപ്ലിമെൻറ്റ് ബി സി കോംപ്ലിമെൻറ്റ് ദ ഹോൾ കോംപ്ലിമെൻറ്റ് പ്ലസ് എ ബി കോംപ്ലിമെൻറ്റ് സി ദ ഹോൾ കോംപ്ലിമെൻറ്റ്. ഇത് വളരെ സിമ്പിളാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഡി മോർഗൻസ് ലോ എന്ന് പറഞ്ഞിട്ടൊരു ലോ ഉണ്ട് ഡിജിറ്റലിൽ. ഡി മോർഗൻസ് ലോ പറയുന്നത് രണ്ട് വേരിയബിൾസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ കോംപ്ലിമെൻ്റ് എടുക്കുകയാണെങ്കിൽ, ആക്ച്വലി ഇത് മൾട്ടിപ്ലിക്കേഷനിൽ ആൻഡ് ഓപ്പറേഷൻ ആണ്, നമ്മൾ പറയുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയും. രണ്ട് വേരിയബിൾസ്, രണ്ടോ അതിൽ കൂടുതലുള്ള വേരിയബിൾസ്, എത്ര വേരിയബിൾസ് വേണമെങ്കിലും ആവാം, എ കോംപ്ലിമെൻറ്റ് എ ഇൻറ്റു ബി ഇൻറ്റു സി ഇൻറ്റു ഡി ഇങ്ങനെ പോകുന്ന വേരിയബിൾസ് മൾട്ടിപ്ലൈ ചെയ്ത് കോംപ്ലിമെൻ്റ് എടുക്കുന്നതിന് പകരം ദിസ് ഈസ് ഈക്വൽ ടു ഇൻഡിവിജ്വൽ ആൾക്കാരുടെ കോംപ്ലിമെൻ്റ് എടുക്കുക. എ കോംപ്ലിമെൻറ്റ്, ബി കോംപ്ലിമെൻറ്റ്, സി കോംപ്ലിമെൻറ്റ്, ഡി കോംപ്ലിമെൻറ്റ് അങ്ങനെ എടുക്കുക. ഈ നടുവിൽ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ അഡീഷൻ ഇട്ട് കൊടുക്കുക. സിമിലർലി നിങ്ങളുടെ കയ്യിൽ കുറേ വേരിയബിൾ ഉണ്ട്, എ ബി സി ഡി അങ്ങനെ, അതിനെ കോംപ്ലിമെൻ്റ് എടുക്കുക എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇൻഡിവിജ്വൽ കോംപ്ലിമെൻറ്റ്സ് എടുക്കുക, ഇൻഡിവിജ്വൽ വേരിയബിൾസിൻ്റെ കോംപ്ലിമെൻ്റ് എടുക്കുക. നടുവിൽ പ്ലസ് ആണെങ്കിൽ ഇവിടെ ഇൻറ്റു കൊടുക്കുക, മറ്റടുത്ത് ഇൻറ്റു ആണെങ്കിൽ ഇവിടെ പ്ലസ് കൊടുക്കുക. കണ്ടോ? ഈ ഫസ്റ്റ് കേസിൽ ഇവിടെ ഡോട്ടായിരുന്നു, അതായത് ഇൻറ്റു ആയിരുന്നു, പക്ഷേ റിസൾട്ടിൽ എന്ത് വന്നു? പ്ലസ് വന്നു. ഇവിടുത്തെ കേസിൽ ഇവിടെ പ്ലസ് ആണ്, പക്ഷേ റിസൾട്ടിൽ എന്ത് വന്നു? ഇൻറ്റു വന്നു. ഓക്കെ, പക്ഷേ ഇൻഡിവിജ്വൽ കോംപ്ലിമെൻറ്റ്സ് എടുക്കാൻ മറക്കരുത്. ഇതാണ് ഡി മോർഗൻസ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡി മോർഗൻസ് ലോ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഈ ക്വസ്റ്റ്യൻ സിംപ്ലിഫൈ. ഓക്കെ, അപ്പോൾ ഈ റൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ പ്രോബ്ലം സിംപ്ലിഫൈ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നിരിക്കുന്ന വേരിയബിൾ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എ കോംപ്ലിമെൻറ്റ് ബി സി കോംപ്ലിമെൻറ്റ് ദ ഹോൾ കോംപ്ലിമെൻറ്റ് പ്ലസ് എ ബി കോംപ്ലിമെൻറ്റ് സി ദ ഹോൾ കോംപ്ലിമെൻറ്റ്. ഇതാണ് കാണേണ്ടത്. അപ്പോൾ ഈ ഫസ്റ്റ് ടേമിൽ ഡി മോർഗൻസ് അപ്ലൈ ചെയ്യാം. എന്താ സംഭവിക്കേണ്ടത്? ഇൻഡിവിജ്വൽ ടേംസ് ആരൊക്കെയാ? എ കോംപ്ലിമെൻറ്റ് ബി സി കോംപ്ലിമെൻറ്റ്. ആ ഇൻഡിവിജ്വൽ ടേംസിൻ്റെ കോംപ്ലിമെൻറ്റ് എടുക്കാം. എ കോംപ്ലിമെൻറ്റിൻ്റെ കോംപ്ലിമെൻറ്റ് എടുത്തു, ബിൻ്റെ കോംപ്ലിമെൻറ്റ് എടുത്തു, സി കോംപ്ലിമെൻറ്റിൻ്റെ സി കോംപ്ലിമെൻറ്റ് എടുത്തു. ഈ നടുവിൽ ഇവിടെ എന്താണ്? ഡോട്ടാണ് അല്ലേ? അപ്പോൾ ഇവിടെ എന്തെടുക്കുക? പ്ലസ് എടുക്കുക. പ്ലസ്, ഈ പ്ലസ് മാറ്റേണ്ട ആവശ്യമില്ല. കാരണം എന്താ? ഇവിടെ ഇതിൻ്റെ മുകളിൽ കോംപ്ലിമെൻറ്റ് കിടപ്പില്ല. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ടേം എടുക്കുക. അടുത്ത ടേമിൻ്റെ എന്ത് ചെയ്യുക? ഡി മോർഗൻസ് അപ്ലൈ ചെയ്യുക. ഇവിടെ ഇൻഡിവിജ്വൽ ടേംസ് ഏതൊക്കെയാ? എ ബി കോംപ്ലിമെൻറ്റ് സി. ഇൻഡിവിജ്വൽ ടേം എടുക്കുക, അതിൻ്റെ കോംപ്ലിമെൻറ്റ് എടുക്കുക. എ അതിൻ്റെ കോംപ്ലിമെൻറ്റ് എ കോംപ്ലിമെൻറ്റ്, ബി കോംപ്ലിമെൻറ്റ് അതിൻ്റെ കോംപ്ലിമെൻറ്റ് സി അതിൻ്റെ കോംപ്ലിമെൻറ്റ് സി കോംപ്ലിമെൻറ്റ്. ഇവിടെ നടുവിൽ എന്താ? ഇൻറ്റു. അപ്പോൾ ഇവിടെ എന്ത് ഇട്ട് കൊടുക്കുക? പ്ലസ്. അപ്പോൾ ഇതായി മാറും നമ്മുടെ എക്സ്പ്രഷൻ. ഓക്കെ, ഒരു നമ്പറിൻ്റെ ഒരു വേരിയബിളിൻ്റെ കോംപ്ലിമെൻ്റ് എടുത്തിട്ട് വീണ്ടും കോംപ്ലിമെൻ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ ദ സെയിം നമ്പർ പ്ലസ് ബിയുടെ കോംപ്ലിമെൻറ്റ് ബി കോംപ്ലിമെൻറ്റ് പ്ലസ് സിയുടെ കോംപ്ലിമെൻറ്റിൻ്റെ കോംപ്ലിമെൻറ്റ് സി പ്ലസ് ഇവിടെ എന്താ? എ കോംപ്ലിമെൻറ്റ്. നെക്സ്റ്റ് ബിയുടെ കോംപ്ലിമെൻറ്റിൻ്റെ കോംപ്ലിമെൻറ്റ് ബി, നെക്സ്റ്റ് സി കോംപ്ലിമെൻറ്റ്. ഓക്കെ, ഇവിടെ എ ഉണ്ട്, ഇവിടെ എ കോംപ്ലിമെൻ്റ് ഉണ്ട്. ഒരു വേരിയബിളും അതിൻ്റെ കോംപ്ലിമെൻറ്റ്സും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് 1 ആണ് കിട്ടുക. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എയുടെ വാല്യൂ 1 ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എ കോംപ്ലിമെൻറ്റ് എത്രയായിരിക്കും? 0, 1 കിട്ടും. എയുടെ വാല്യൂ 0 ആണെന്ന് വിചാരിക്കാം, അതിൻ്റെ കോംപ്ലിമെൻറ്റ് 1 കിട്ടും.
ഓക്കെ, സോ എ പ്ലസ് എ കോംപ്ലിമെൻറ്റ് 1 കിട്ടി. ഇനി ഇവിടെ ബി കോംപ്ലിമെൻറ്റ് ഉണ്ട്, ഇവിടെ ബി ഉണ്ട്, രണ്ടും കൂടെ കൂട്ടുമ്പോൾ വീണ്ടും 1. സി ഉണ്ട്, സി കോംപ്ലിമെൻറ്റ്, അതും കൂട്ടുമ്പോൾ 1. സോ ആക്ച്വലി ഇതെന്താ 1 + 1 + 1, അത് എത്രയാണ്? 1 തന്നെ. പ്ലസ് അല്ല, ആക്ച്വലി ഓർ ആണ്, 1 or 1 or 1. സോ ദ റിസൾട്ട് ഈസ് 1, ഓപ്ഷൻ ബി. സിമ്പിൾ ആണല്ലോ. ഡി മോർഗൻസ് ലോ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ആൻസർ കിട്ടും.